ഇനി എന്റെ നിഴൽ വെട്ടത്ത് പോലും വരില്ല എന്ന് പറഞ്ഞു പോയ ആള് പെട്ടെന്നൊന്ന് കാണണമെന്ന് പറഞ്ഞതിന്റെ കാരണം മനസ്സിലായില്ല. മടിക്കണ്ട, എന്നോടല്ലേ പറയുന്നത്, എന്തായാലും തുറന്നു പറയ. അത് പിന്നെ എന്താ ഗൗതം, നിന്റെ അമ്മയല്ലേ ഞാൻ, എന്നോട് നിനക്ക് എന്ത് വേണേലും പറയാം. അത് വേറൊന്നുമല്ല, അമ്മ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ കാര്യമായിട്ട് ആലോചിച്ചു. നിധി എങ്ങനെയും ജയിലിൽ നിന്ന് പുറത്തിറങ്ങണം. അതുകൊണ്ട് ഞാൻ നിധിയെ പിരിയാൻ തീരുമാനിച്ചു. എന്തുപറ്റി പെട്ടെന്നൊരു മനമാറ്റം? നിധിയുടെ ജാമ്യത്തിന് വേണ്ടി ഞാൻ മുട്ടാത്ത വാതിലുകളില്ല, കാണാത്ത ലോയേഴ്സ് ഇല്ല. ഒരാൾ പോലും പോസിറ്റീവായ ഒരു മറുപടി പറഞ്ഞില്ല. വേറെ വഴിയില്ല എനിക്ക്. എന്റെ ഭാര്യയായി വന്ന നിധി ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. സമ്പത്തും ആഡംബരവും ഒന്നും അവളെ ഭ്രമിപ്പിച്ചിട്ടുമില്ല. ആ സ്നേഹം എനിക്കിപ്പോഴും അവളോടുണ്ട്. പക്ഷെ ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു. നിധിയോടുള്ള സ്നേഹം കാരണം അവളെ പിരിയില്ലെന്ന് എനിക്കിപ്പോൾ വേണമെങ്കിൽ തീരുമാനിക്കാം. പക്ഷെ അത് വെറും ഒരു വാശി മാത്രമായി പോവും, മണ്ടത്തരമായി പോവും. എൻ്റെ ആ വാശിയുടെ പേരിൽ നിധിക്ക് ജാമ്യം കിട്ടാതിരുന്നാലോ, കോടതി അവളെ ശിക്ഷിച്ചാലോ, അതിന് കാരണക്കാരൻ ഞാനാണെന്ന് നിധിയും ചിന്തിക്കില്ലേ? ഉറപ്പാണ്, നിധിയും അങ്ങനെ തന്നെ ചിന്തിക്കും. ഇനി ഒരു 7 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നാൽ അതെന്നെ വിവാഹം കഴിച്ചതിൻ്റെയും സ്നേഹിച്ചതിൻ്റെയും ശിക്ഷയാണെന്ന് അവള് ചിന്തിച്ചാലോ? അതിൽ തെറ്റു പറയാൻ പറ്റുമോ? പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? സാരമില്ല, ഏത് ദുഃഖവും ഞാൻ സഹിക്കാം. നിധിയെ എങ്ങനെയും പുറത്തിറക്കണം. ആ കേസിൽ നിന്ന് അവളെ ഒന്ന് രക്ഷപ്പെടുത്തണം. അതിനുവേണ്ടി അമ്മ പറഞ്ഞതുപോലെ അവളെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. എന്തൊന്നും പറയാത്തത്? എന്റെ മോനെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാ ഞാനിപ്പോ. ഇപ്പോഴെങ്കിലും നിനക്ക് ശരിയായൊരു തീരുമാനം എടുക്കാൻ തോന്നിയല്ലോ. നിന്നെ ഞാൻ പഴയതുപോലെ ഇവിടുത്തെ നമ്പർ 1 ബിസിനസ്മാൻ ആക്കും. എന്റെ മോനാ നീ. നിനക്ക് നിധിയെ പുറത്തിറക്കണം, ആ കേസ് വിത്ഡ്രോ ചെയ്യണം, അത്രയല്ലേ വേണ്ടൂ? ഞാൻ ചെയ്യും, ഞാനത് ചെയ്തിരിക്കും. ഇനി ഒട്ടും വൈകിപ്പിക്കണ്ട. നമുക്ക് ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെ പോയി കാണാം. അമ്മ പറ, ആരെ കാണേണ്ടത്? നിധിക്ക് ജാമ്യാപേക്ഷ വെക്കണം, കേസ് പിൻവലിക്കണം. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല, ഞാൻ ശിവാനിയെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം. പക്ഷേ അതിനു മുൻപേ ഒരു കാര്യം ചെയ്യണം. നമുക്ക് ഫാമിലി കോർട്ടിലെ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെ കാണണം. പിന്നെ നീ ഒരു ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ട് തരണം. നീയൊന്ന് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തന്നാൽ മാത്രം മതി. അത് ഞാൻ കൊണ്ടുപോയി നിധിയെ കാണിച്ചോളാം. നിനക്ക് സമ്മതമാണെങ്കിൽ പിന്നെ അവളൊന്നും നോക്കില്ല, അപ്പൊ തന്നെ ഒപ്പിട്ട് തരും. ഒരുപാട് വിഷമമുണ്ട്, പക്ഷേ അമ്മ പറയുന്ന പോലെ ഞാൻ അനുസരിക്കാം.